ചപ്പാരപ്പടവ് എടക്കോം കണാരം വയലിൽ ഷോക്കേറ്റ് 5 പശുക്കൾ ചത്തു. കണാരം വയലിലെ സി ശ്യാമളയുടെ പശുക്കളാണ് ചത്തത്. തൊഴുത്തിലേക്കുള്ള വൈദ്യുതി വയർ കാറ്റിൽ പൊട്ടിവീണാണ് അപകടം. ആലക്കോട് നിന്ന് അമൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. 5 പശുക്കളാണ് ഷോക്കേറ്റ് ചത്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണ, വളരെ സങ്കടകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അടക്കം ക്ഷീരസംഘം ഡയറക്ടറായ കണാരം വയലിലെ സി ശ്യാമളയുടെ തൊഴുത്തിലെ 5 കറവ പശുക്കളെയാണ് ഇത്തരത്തിൽ ചത്ത നിലയിൽ കാണപ്പെട്ടത്. പുലർച്ചെ 3:30ഓടെയാണ് ഇവർ പശുക്കളിലെ പാൽ ശേഖരിക്കുന്നതിനായി തൊഴുത്തിലെത്തുന്നത്. 5:30 ആകുമ്പോൾ സാധാരണയായി പാൽ ശേഖരിച്ച തൊട്ടടുത്ത സൊസൈറ്റിയിൽ കൊണ്ടുകൊടുക്കുക എന്നതാണ് പതിവ്. ഇവർ താമസിക്കുന്ന വീട്ടിൽ നിന്നും അല്പം അകലെയാണ് തൊഴുത്തുള്ളത്. അതായത് ഇവർ മുൻപ് താമസിച്ചിരുന്ന വീടാണ്. ഇതിന് തൊട്ടടുത്താണ് തൊഴുത്ത്. ഇവിടേക്ക് ബൾബിടാനായി, അതായത് ഈ പഴയ വീട്ടിൽ നിന്നും ബൾബിടാനായി ഈ തൊഴുത്തിലേക്ക് കേബിൾ വലിച്ചിട്ടുണ്ടായിരുന്നു. ഈ തൊഴുത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ ശ്യാമളയ്ക്ക് ചെറിയ രീതിയിൽ ഷോക്കേറ്റു. അപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങി ഭർത്താവ് ദാമോദരനോട് വൈദ്യുതി പ്രവാഹമുണ്ടെന്ന കാര്യം സൂചിപ്പിച്ചു. അങ്ങനെ ഇവിടേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് തൊഴുത്തിൽ കയറി നോക്കുന്നത്. അപ്പോഴാണ് 5 പശുക്കൾ ഇത്തരത്തിൽ നിലത്ത് വീണ് കിടക്കുന്നത് കാണുന്നത്. അപ്പോഴും പശുക്കൾ ഷോക്കേറ്റ് ചത്ത കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതായത് കയർ പരസ്പരം കുരുങ്ങി നിലത്ത് കിടക്കുകയാണെന്നാണ് ഇവർ കരുതിയിരുന്നത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് പശുക്കൾക്ക് ജീവനില്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അതായത് ഈ തൊഴുത്തിൽ ബൾബ് ഉണ്ടായിരുന്നെങ്കിലും ഇത് പ്രകാശിക്കുന്നുമുണ്ടായിരുന്നില്ല. വളരെ വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത്, ഇവർ വർഷങ്ങളായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവരുടെ ഏക ഒരു ഉപജീവന മാർഗം കൂടിയായിരുന്നു ഈ പശുക്കളൊക്കെ തന്നെ. അതാണ് ഇല്ലാതായിരിക്കുന്നത്. ഇതുകൂടാതെ 4 പശുക്കിടാങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇതിനെ തൊഴുത്തിൽ കെട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവയുടെ ജീവൻ ബാക്കിയായി എന്നതാണ് ഏക ആശ്വാസം എന്ന് പറയുന്നത്. അതായത് ഈ പ്രദേശത്തെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ തൊഴുത്തിലേക്കുള്ള വൈദ്യുതി ബന്ധത്തിൽ തകരാറ് സംഭവിച്ചാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർമാരെത്തി പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കൃഷ്ണ.